നടികർ തിലകം ശിവാജി ഗണേശൻ്റെ പേരുകേട്ട അണ്ണയില്ല എന്ന സ്നേഹവീട് അല്ല, സ്നേഹ ബംഗ്ലാവ്. അണ്ണയില്ലത്തിൻ്റെ ഒരു ഭാഗം കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്താ കഥ? ശിവാജി ഗണേശൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ശിവാജി ഗണേശൻ തമിഴ് മക്കൾക്ക് വെറുമൊരു നടനല്ല, ഒരു വികാരമാണ് അന്നും ഇന്നും. ശിവാജി ഗണേശൻ്റെ മൂത്ത മകൻ രാംകുമാർ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. വീട് ജാമ്യം വെച്ചാണ് അദ്ദേഹം ബാങ്കുകളിൽ നിന്ന് പണം എടുത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. നിർമ്മിച്ച സിനിമകൾ പൊളിഞ്ഞു പാളീസായപ്പോൾ കടബാധ്യത ഏറുകയും ബാങ്കിൽ പണം അടയ്ക്കാൻ പറ്റാതാവുകയും ചെയ്തു. അവസാനം കേസ് കോടതിയിലെത്തി. കോടതി ബംഗ്ലാവിൻ്റെ ഒരു ഭാഗം കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു. ഇതിനെതിരെ ഇളയ മകൻ പ്രഭു കോടതിയെ സമീപിക്കുകയും അണ്ണയില്ലം ബംഗ്ലാവ് തൻ്റേത് മാത്രമാണെന്നും സഹോദരൻ രാംകുമാറിന് ഈ വീട്ടിൽ യാതൊരു അവകാശവുമില്ലെന്നും കോടതിയിൽ വാദിച്ചു. ഇതിനിടയിൽ പ്രഭുവും രാംകുമാറും ചേർന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ട കോടികൾ വരുന്ന സ്വത്തുക്കൾ അടിച്ചുമാറ്റിയെന്ന ആരോപണം ഉന്നയിച്ച് ശിവാജിയുടെ പെൺമക്കൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. കേസുകളിന്മേൽ കേസ്. ശിവാജി കുടുംബത്തിലെ സ്വത്ത് തർക്കം വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശിവാജിക്ക് 3 സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉണ്ടായിരുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പടിപടിയായി വളർന്ന അദ്ദേഹം താരമായപ്പോൾ 1958 അണ്ണയില്ല എന്ന ഈ വലിയ ബംഗ്ലാവ് വാങ്ങി. ശേഷം തൻ്റെ എല്ലാ ബന്ധുക്കളെയും ഇവിടേക്ക് കൊണ്ടുവന്നു. ശിവാജിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ചേച്ചിയെയും അനുജിത്തിയെയുമാണ് വിവാഹം കഴിച്ചിരുന്നത്. ഇത് ബന്ധുബലം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒന്നിച്ചു കഴിയുന്ന 50ഓളം പേർ ഒന്നിച്ചു കഴിയുന്ന ഒരു കൂട്ടുകുടുംബം. അണ്ണൻ തങ്കച്ചി പാസം നിറഞ്ഞു നിന്ന ബംഗ്ലാവ്. അവിടെ എല്ലാവരും ഒരേ തരം ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത്. ശിവാജി ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഉത്സവം പോലെയാണ് ആ വീട് കഴിഞ്ഞിരുന്നത്. പക്ഷേ ശിവാജിയുടെ മരണത്തോടെ എല്ലാം കലങ്ങി മറിഞ്ഞു. മക്കൾ തമ്മിൽ തല്ലും കേസുമായി. 1000 പവൻ സ്വർണവും വജ്രവും വെള്ളി ആഭരണങ്ങളും നടൻ പ്രഭുവും രാംകുമാറും അടിച്ചുമാറ്റിയെന്നും വ്യാജ വിൽപ്പത്രം നിർമ്മിച്ച് കോടികൾ തട്ടിയെന്നും സഹോദരിമാർ ആരോപിക്കുന്നു. 150ഓളം കോടി വിലമതിക്കുന്ന ബംഗ്ലാവ് ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ GPS മീഡിയയ്ക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, രാജസേനൻ സംവിധാനം ചെയ്ത ജയറാം അഭിനയിച്ച കഥാനായകൻ എന്ന സിനിമ ഓർമ്മ വരുന്നു. സ്വത്തിനു വേണ്ടി സ്നേഹബന്ധങ്ങളെല്ലാം കീറിമുറിച്ച ഒരു തറവാടിൻ്റെ കഥ. അവസാനം എല്ലാവരും അടിച്ചു പിരിഞ്ഞ് ഇല്ലാതാകുന്നു. അതുപോലെ ഇവിടെയും സമാനമായ കഥ തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ ശിവാജി ഗണേശൻ്റെ സ്നേഹനിർഭരമായ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ അണ്ണയില്ലത്തിന് ആ ഗതി വരുത്തരുത് എന്ന് GPS മീഡിയ ആഗ്രഹിക്കുന്നു. ഓർമ്മകൾ ഉറങ്ങുന്ന ശിവാജി ഗണേശൻ്റെ അണ്ണയില്ലം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് GPS മീഡിയ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.